നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷൻസ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഹെയർ കെയർ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണിത്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് വീഡിയോ ഓഫ് ദിസ് സീരീസ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്പ്ലിറ്റൻസ്, അതെല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലേ സ്പ്ലിറ്റൻസ്. അപ്പോൾ സ്പ്ലിറ്റൻസ് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് കളയാമെന്നാണ് ഇന്നത്തെ ആദ്യം കാണിക്കാൻ പോകുന്നത്. കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് സ്പ്ലിറ്റൻസ് കളയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. അതിന് നമുക്ക് വേണ്ടത് ഒരു സ്മോൾ കത്രികയാണ്. നമ്മൾ മുടി ഇതുപോലെ പാർട്ടീഷൻ ചെയ്യുക ചെറുതായിട്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. മുടി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. മുടിയുടെ അറ്റം വരെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ഇത് പാർലറിലൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്, പക്ഷെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം മുടി ഇതുപോലെ മുകളിലോട്ട് ഇങ്ങനെ കൈവച്ച് മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ മുടിയുടെ അറ്റമൊക്കെ ഇതുപോലെ നിൽക്കും. ഇതൊക്കെ നമ്മുടെ മുടിയുടെ അറ്റാണ്. അപ്പോൾ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ മുടിയിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായിട്ട് നമുക്കിങ്ങനെ, അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറായിട്ട് കാണാം, അല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ ആയിരിക്കും. ഇതുപോലെ രണ്ട് അറ്റം പിളർന്ന് നമുക്ക് ശരിക്കും മുടിയുടെ അറ്റം നമുക്ക് കിട്ടും അല്ലേ, മുകളിൽ വരെയുള്ള അറ്റം. നമ്മൾ താഴെ മാത്രം മുറിക്കുകയാണെങ്കിൽ ഈ മുടിയൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കിട്ടിയില്ലേ. ഇനി നമ്മൾ സിസർ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റൻസ് ഉള്ള അറ്റങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ വെട്ടിക്കൊടുക്കുക. നമ്മൾ ക്യാമറയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതുപോലെ നമ്മൾ മുടിയിടുക അറ്റങ്ങൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. ഇതൊക്കെ കാണുന്നില്ല അറ്റാണ്. ഇതെല്ലാം സ്പ്ലിറ്റൻസ് എല്ലാം ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. നമുക്ക് വൃത്തിയായിട്ട് സ്പ്ലിറ്റൻസ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വെട്ടാൻ പറ്റും. ഇങ്ങനെ എല്ലാ മുടിയും ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ടൈറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീണ്ടും ചെയ്യുക. അപ്പം നമ്മൾ വീണ്ടും ഒളിഞ്ഞിരിക്കുന്ന മുടികളൊക്കെ നമുക്ക് പുറത്തായിട്ട് കിട്ടും. വീണ്ടും ഇതുപോലെ മുറിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഹോട്ട് ഓയിൽ മസാജോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സിമ്പിൾ ഓയിൽ മസാജോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളോ. ഇതുപോലെ എല്ലാ മുടി കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റൻസ് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ 3 മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മളെ മുടിയുടെ അറ്റം, ഇതുപോലുള്ള അറ്റം നമ്മൾ കുഞ്ഞതായിട്ട് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയും ഇതുപോലെ സ്പ്ലിറ്റൻസ് നമ്മൾ കളയുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, നമുക്കൊരു നല്ല മുടിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റൻസ് കളയേണ്ടത്. അപ്പോൾ നമുക്കിനി ബ്യൂട്ടി പാർലറിനെ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഒരു 10-15 മിനിറ്റ് നമ്മൾ സ്പെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ ഇതിനുള്ള പരിഹാരമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റൻസ് കളയാമെന്നുള്ള കാര്യം നമ്മൾ കണ്ടല്ലേ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഞാൻ ലാസ്റ്റ് ഒരു ഹെയർ ഓയിലിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കാണണമെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ടിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഈ ഹെയർ കെയർ സീരീസ് ഇതോടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി ഹെയറിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഈ സീരീസ് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യണം. കാരണം 7 വീഡിയോസ് ആയിട്ടുണ്ട്. അപ്പം ഏകദേശം എല്ലാ പ്രോബ്ലംസും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നല്ല ഭക്ഷണം, അതായത് പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കുക. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് മീൻ, മാംസം അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കാൽഷ്യം നമ്മുടെ ബോഡിയിൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് പാല് കുടിക്കുക, അതുപോലുള്ള നല്ല വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക നിങ്ങൾ. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിൽ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, മെഡിറ്റേഷൻ, യോഗ, പാട്ട് കേൾക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലുള്ള ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക. അതായത് ഹെയർ ഓയിലിംഗ് ചെയ്യുക, ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റുക, സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് കളയുക. പിന്നെ എല്ലാ 3 മന്ത്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയുടെ അറ്റം ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്പ്ലിറ്റൻസ് ഒന്നും വരാത്ത രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ ഇന്ന് കാണിച്ചതുപോലെ നിങ്ങൾക്ക് എല്ലാ 3 മന്ത്സും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്തിട്ടും നമുക്ക് ഡാൻഡ്രഫിനും മുടി കൊഴിച്ചിലിനും യാതൊരു വ്യത്യാസവും നമുക്ക് കാണുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലി ഫിസിഷ്യനെ കാണേണ്ടതാണ്. അപ്പം നമുക്ക്
ചില സമയത്ത് പുറമേയുള്ള ചികിത്സ മാത്രം മതിയാവില്ലായിരിക്കും, നമുക്ക് അകത്തേക്കുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എന്തായാലും വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നല്ലേ. നമ്മളൊരു മൺഡേ മുതൽ അല്ലെങ്കിൽ സൺഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഹെയർ ഓയിൽ മസാജ് ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ പാക്ക് യൂസ് ചെയ്തിട്ട് പോരാ, നമുക്ക് വീണ്ടും സ്റ്റിക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വീര്യം കുറഞ്ഞ ഷാംപൂ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഷിക്കാക്കായി, ത്രിഫല ചൂർണം അതുപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. പയറുപൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലുള്ള അധികമായിട്ടുള്ള എണ്ണമയം പോവും. പിന്നെ ഞാൻ തന്നെ നാച്ചുറൽ ഹെയർ കണ്ടീഷണർ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യും. ചെമ്പരത്തി താളി, പിന്നെ പാടത്താളി, അങ്ങനെ ഒരുപാട് താളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി കഴുകാം. അതിനുശേഷം ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ള ആളാണെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ നമ്മൾ ആഴ്ചയിൽ ഓരോ ദിവസം ഇടവിട്ടിട്ടൊക്കെ പിന്നെ ത്രിഫല പാക്കോ അല്ലെങ്കിൽ നീം പാക്കോ യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് ഹെയർ മോയ്സ്ചറൈസിങ് മീൻസ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെയർ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള പാക്ക്, ഉലുവ പാക്കോ അല്ലെങ്കിൽ റൈസ് പാക്കോ നമുക്ക് യൂസ് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ. പിന്നെ അത് കഴിഞ്ഞ് മുടി നന്നായിട്ട് ചീകി ഇതുപോലെ സ്പ്ലിറ്റൻസ് ഒക്കെ കളഞ്ഞ് നമുക്ക് മുടി സൂക്ഷിക്കാം. അപ്പം ഡെയിലി കുളിക്കുന്ന ആളാണെങ്കിൽ ഒരു 3 പ്രാവശ്യം ഇതുപോലെ ഓയിൽ മസാജും പാക്കൊക്കെ ഇട്ടാൽ മതിയാവും. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഓരോ ദിവസം ഇടവിട്ടിട്ടും തല കഴുകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിൽ നിത്യവും തല കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരുപാട് മുടിയൊക്കെ ഉള്ളിലുള്ള മുടിയുള്ള ആളുകൾ ഒന്നരാടം കുളിക്കുന്നൊക്കെ ആയിരിക്കും നല്ലത്. പക്ഷെ ഒരിക്കലും വേർപ്പൊന്നും നമ്മളെ മുടിയിൽ ഇങ്ങനെ തലയോടിൽ തങ്ങി നിൽക്കാൻ ഒരു അവസരം കൊടുക്കരുത്. കാരണം നമ്മളൊരു ടവൽ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയൊക്കെയാണ്. നമ്മുടെ ഭക്ഷണവും നമ്മുടെ നടപ്പും ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ലതാണ്. പിന്നെ പാദാഭ്യംഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും തലയിൽ എണ്ണ തേക്കുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ അടിയിലും ഈ ചെവിയുടെ ബാക്കിലൊക്കെ എണ്ണ തേക്കുകയാണെങ്കിൽ അവിടെയുള്ള റിസപ്റ്റേഴ്സിനെ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആയുർവേദത്തിൽ പാദാഭ്യംഗം, കാലിനടിയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാഴ്ചശക്തി നിലനിർത്താനും നമ്മുടെ ഈ സെൻസ് ഓർഗൻസിനൊക്കെ അത് നല്ലത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് എണ്ണ തേക്കുന്ന സ്വഭാവമുള്ള ആളുകൾ കാലിനടിയിലൂടെ എണ്ണ മസാജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി കാലിനടിയിൽ എണ്ണ തേച്ച് നടന്ന് നിങ്ങൾ വഴുതി വീഴരുത്, ശ്രദ്ധിക്കുക. പിന്നെ നസ്യകർമ്മമൊക്കെ ചെയ്യാം. കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് മുടി വളർച്ചയ്ക്ക് വേണ്ടി നസ്യകർമ്മമൊക്കെ ചെയ്യാമല്ലോ. പക്ഷെ ഈ മഴക്കാലത്ത് നമ്മൾ നസ്യകർമ്മം ചെയ്യുന്നത് അത്ര ഒരു നല്ലതല്ല. കാരണം ഒരു നസ്യകർമ്മം ചെയ്തു കൊടുക്കാൻ അറിയുന്ന ഒരാള് നസ്യകർമ്മം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പുതിയതായിട്ടൊരാള് ഈ മഴയുള്ള ഈ സമയത്ത്, മേഘാവൃതമായ സമയങ്ങളിൽ നസ്യകർമ്മം ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ ഈ മഴയൊക്കെ മാറിയിട്ട് നല്ലൊരു വെതർ വരുന്ന സമയത്ത് നമുക്ക് നസ്യകർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അറിയാത്ത ഒരാള് വെറുതെ ഇങ്ങനെ നസ്യകർമ്മം ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇപ്പം ഏതെങ്കിലും ആയുർവേദ കോളേജോ അല്ല ആയുർവേദ ക്ലിനിക്കൊക്കെ നമ്മളെ വീടിനടുത്തുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെയുള്ള ഡോക്ടറുടെ നേതൃത്വത്തിൽ നമുക്ക് നസ്യകർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് പ്രതിമർശനം എന്ന് വെച്ചാൽ ചെറിയ ഡ്രോപ്പ് നമ്മൾ ഡെയിലി ചെയ്യുന്ന നസ്യാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറിന്റെ കീഴിൽ പോയിട്ട് നസ്യകർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് നസ്യകർമ്മം ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഓയിൽ, അവർ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഓയിലാണ്. അപ്പം അവരുടെ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു 28 ഏകദേശം 28ഓ 32ഓളം മെഡിസിൻസ്, ആയുർവേദ മെഡിസിൻസ്, ഹെർബ്സ് ചേർത്തിട്ടുണ്ടാക്കിയ ഒരു ഓയിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 7 to 8 പാക്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നല്ലത് തോന്നുന്നുണ്ടോ, എങ്ങനെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചു തന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ ഒരു 3-4 പേഷ്യൻസിന് ഇതുപോലെ മുടി കൊഴിച്ചിൽ, തലവേദന,
നീരിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള പേഷ്യൻസിന് ഞാനത് കൊടുത്തിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ച ആവുന്നുണ്ട്. അപ്പം എനിക്ക് വളരെ നല്ല എന്താ പറയണ്ട പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഓയിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പോൾ ആ ഓയിലാണ് വാസുക്കി. ഇതാണ് ആ ഓയിൽ. ഇത് പരസ്യമോ അല്ലെങ്കിൽ എന്താണ് പ്രൊമോ പിന്നെ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് ഇത് ഞാൻ എൻ്റെ പേഷ്യൻസിന് കൊടുത്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പം ഇതിൻ്റെ പേര് വാസുക്കി എന്നാണ്. വാസുക്കി ഇത് ജീവൻ രക്ഷ ആയുർവേദിക്സ് അതിൻ്റെ ആണ്. ഇത് വാസുക്കി ഓർഗാനിക് ഹെർബൽ ഹെയർ ഓയിലാണ്. ജീവൻ രക്ഷ ആയുർവേദിക്സിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇത്. അപ്പം ഇത് ഏകദേശം 200 മില്ലിയുടെ പാക്കാണ് ഇത്. അപ്പോൾ എന്താണ് ഇതിൽ ഭൃംഗരാജ, അതായത് കയ്യോന്നി എന്ന് പറയും, ചില സ്ഥലത്ത് കയ്യുണ്ണി എന്ന് പറയും, അതാണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത് തുടങ്ങി ഏകദേശം ഒരു 32ഓളം മെഡിസിൻസ്. അപ്പോൾ എന്താണ് ഇതുപോലുള്ള പാക്കിലാണ് വരുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇത് കൂടിയുണ്ട്. അപ്പോൾ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് കൊണ്ടുപോകാം. ലീക്കേജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് 500 മില്ലിയുടെ ബോട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് നല്ലൊരു ഓയിലാണ്. അപ്പോൾ ഈ ഓയിൽ ആവശ്യമുള്ളവർ ഞാൻ പിന്നെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഈ നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് പിന്നെ അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. പിന്നെ പേയ്മെൻറ്റ് ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ നമ്പറായിട്ട് പിന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഓയിൽ ആവശ്യമുള്ളവർക്ക്. റിസൾട്ട് കിട്ടിയൊരു ഓയിലായതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്. വാസുക്കി ഉണ്ടോ, നല്ല പാക്കൊക്കെയാണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ്. അപ്പോൾ എന്താണ് ഇത്രയൊക്കെയാണ് എനിക്ക് ഹെയർ കെയർ സീരീസിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളെല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എനിക്ക് അയച്ചു തരിക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും എനിക്ക് കമൻറ്റ് ബോക്സിൽ അയച്ചു തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്താ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് പറയേണ്ടത്, ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.